മുൻപേ പറഞ്ഞ പക്ഷികളുടെ പുതിയൊരു എപ്പിസോഡിലൂടെ നാം ഇന്ന് പരിചയപ്പെടുന്നത് മോൺസിഞ്ഞോർ സിറിയക് കണ്ടങ്കി രചനയാണ്. ചങ്ങനാശ്ശേരി മിസത്തിന്റെ വളർച്ചയിലും ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ ആധുനികവൽക്കരണത്തിലും മോൺസിഞ്ഞോർ സിറിയക് കണ്ടങ്കിയോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു വൈദിക ശ്രേഷ്ഠൻ ഉണ്ടാവില്ല. മികച്ച ഭരണാധികാരി, വിദ്യാഭ്യാസ പ്രേമി, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിരകളിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. വികാരി ജനറൽ ആയിരിക്കെ മികച്ച ഭരണം കാഴ്ചവെച്ച അദ്ദേഹത്തെ തേടി 1911 പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും മോൺസിഞ്ഞോർ പദവി എത്തിച്ചേർന്നു. അക്കാലത്ത് മാക്കിയിൽ മെത്രാനച്ചനും കുര്യാളശ്ശേരി മെത്രാനച്ചനും റോമായാത്ര നടത്തിയ അവസരങ്ങളിൽ ചങ്ങനാശ്ശേരി മിസത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി അദ്ദേഹം സുദീർഘമായ സേവനമനുഷ്ഠിച്ചു. 1891 മിസത്തിന്റെ ആസ്ഥാനം കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റുന്നതിൽ കണ്ടങ്കി അച്ഛൻ വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ പൂർവ്വരൂപമായ ഇംഗ്ലീഷ് മലയാളം സ്കൂൾ സ്ഥാപിച്ചത് കണ്ടങ്കി അച്ഛനാണ്. 1891 ആരംഭിച്ച ചങ്ങനാശ്ശേരി സെന്റ് ബെർക്ക്മൻ സ്കൂളിലെ ഉയർന്ന ക്ലാസ്സായ 6ാം ഫോറം പ്രവർത്തനം തുടങ്ങിയത് അച്ഛൻ്റെ പള്ളിമുറിയിലായിരുന്നു എന്നത് വിദ്യാഭ്യാസത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ പാറയിൽ പള്ളി സ്ഥാപിച്ചത് ഫാദർ സിറിയക് കണ്ടങ്കരിയാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി ഉയർന്നു വന്ന ഈ ദേവാലയം ചങ്ങനാശ്ശേരിയുടെ ആത്മീയ മുഖമായി ഇന്നും നിലകൊള്ളുന്നു. വെറുമൊരു ആത്മീയ നേതാവ് എന്നതിലുപരി ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ സർവ്വതോമുഖമായ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം അത്യധ്വാനം ചെയ്തു. ചങ്ങനാശ്ശേരിയിലെ ആശുപത്രി, തപാൽ ഓഫീസ്, കമ്പി ഓഫീസ്, മുൻസിഫ് കോടതി, ടൗൺ ഹാൾ എന്നിവ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുന്നിട്ട് പ്രവർത്തിച്ചു. ഇന്നത്തെ ചങ്ങനാശ്ശേരിയുടെ നഗര സൗകര്യങ്ങളുടെ അടിത്തറ പാകിയത് അദ്ദേഹമായിരുന്നു. ആശ്രിത വത്സനായിരുന്ന അദ്ദേഹം ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും അഭയസ്ഥാനമായിരുന്നു. കലഹങ്ങൾ തീർക്കുന്നതിനും സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും നാനാജാതി മതസ്ഥർ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ചങ്ങനാശ്ശേരിയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച ഒരു യഥാർത്ഥ നേതാവായിരുന്നു അദ്ദേഹം. 1919 മാർച്ച് 24 ആ വലിയ കർമ്മയോഗി ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹം പണി കഴിപ്പിച്ച പാറയിൽ പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം സംസ്കരിച്ചിരിക്കുന്നത്.